നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇപ്പം ഒരു വിവാദമായിട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മഞ്ജുപിള്ളയുടെ മകളുടെ ദയാസുജിത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഒരു യൂട്യൂബറോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആണ്. അപ്പം ഇതിൻ്റെ എതിരെ രംഗത്ത് വന്നിരിക്കുന്ന ആരാണ്? നമ്മുടെ ഷഫീന ജീവി എന്ന ബീവി. ഇവരെ ബീവി എന്നാരും വിളിക്കില്ല, വെറും എന്താ പറയുക, ദുഷ്ടയാണ് ഇവർ. വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ് ഇവർ. ഇവരുടെ സ്വഭാവങ്ങളൊക്കെ ഇവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മോശമാണ്. ഇവർ സംസാരിക്കുന്നത് ഇവരാണ് വലിയൊരാളെന്നുള്ള രീതിയിൽ. മഞ്ജുപ്പുറയുടെ മോള് ഡ്രസ്സ് ഇടുകയോ അതിനിപ്പോൾ ആഫുസാരി ഉടുക്കുകയോ ഒക്കെ അവരുടെ ഇഷ്ടമാണ്. അതിനൊന്നും ആർക്കും വിമർശിക്കാൻ പറ്റത്തില്ല. അവനവനാദ്യം നന്നാകാൻ നോക്കണ്ടേ. ഞാൻ ഷെഫീനോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ വഷളാകാൻ നിൽക്കരുത്, നാണം കെടാൻ നിൽക്കരുത്. നിങ്ങൾ മഞ്ജുപിള്ളയുടെ മോളുടെ കാര്യമൊക്കെ എടുത്തിട്ടു പിന്നെ ആളുകളുടെ മുന്നിലൊക്കെ വലിയ വീരവാദം കഥിച്ച് വലിയ വീഡിയോ കിട്ടും. പക്ഷേ ആളുകളെല്ലാവരും കൂടി എടുത്ത് നിങ്ങളെ എയറിലാക്കി. അതാണിപ്പോൾ ഉണ്ടായത്. അവനവരെ പണിയെടുക്കുക ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? വല്ലവരെയും ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടാതൊന്നുമില്ല. നീ വലിയൊരു പുണ്യാളത്തിയാണെന്ന് എനിക്കൊരു വിചാരം ഉണ്ടാവും. നീ ഈ ഷഫീനയുടെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ഇവർ നല്ല സ്ത്രീയാണെന്നുള്ളതൊക്കെയാണ് കരുതിയത്. പക്ഷേ ആളെ വെറുപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബൈബിള് പിന്നെ നീതിപരമായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ, അതായത് സർവ്വ മതക്കാരെയും തെറ്റിക്കാനുള്ള പരിപാടികളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ഫാമിലി ബ്ലോഗർ ഇവരെ നല്ലോണം വിമർശിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വരണില്ലാത്ത അതൊന്നും കൊണ്ടല്ല, മനസ്സിലായില്ലേ? അതൊന്നും ആദ്യം മനസ്സിലായി. കണ്ട, അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം അവള് ചെയ്യും. പക്ഷെ ബാക്കിയുള്ള ആരെങ്കിലും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവൾ അപ്പോഴേ ഈ പറയുന്ന വീഡിയോ ഓണാക്കി ഇട്ടിട്ട് അവളുടെ ആ ഒരു കൊണ തുടങ്ങും. മനസ്സിലല്ലേ? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ മഞ്ജുപിള്ളയുടെ മോള് പുള്ളിക്കാരി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് ഈ പറയണ അമ്മച്ചിക്ക് അങ്ങ് പൊട്ടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് പൊട്ടി. അവർ ഈ പറയുന്ന ഫാഷൻ മോഡലാണ്. അവർ ഇതേപോലത്തെ കൊളാപ്സും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഇട്ടു. ആ ഒരു ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് ഈ അമ്മച്ചിക്ക് അങ്ങ് പൊട്ടി. അമ്മച്ചിയുടെ ഉള്ളിലുള്ള ആ ഒരു സനാതന ധർമ്മവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് വന്നിട്ട് ആ കറക്റ്റ് സാധനം ആ ഒരു ബീവിച്ചി ഇറങ്ങി. ആ ഒരു ബീവിച്ചി ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആൾക്കാരെല്ലാം കൂടെ എടുത്ത് നല്ല രീതിയിൽ ഏറലങ്ങിട്ട് നല്ല രീതിയിൽ ഏറിട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഈ പറയുന്ന സ്ത്രീകൾ ഈ പറഞ്ഞ ഇതേപോലെ വസ്ത്രം എടുക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത്. എല്ലാ പ്രശ്നവും ഇവളെടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യാവൂ കേട്ടോ. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പോകണമെങ്കിൽ ബീവിനെ വിളിച്ച് ചോദിക്കണം എങ്ങനെയൊക്കെ എടുക്കാം, ഏതൊക്കെ ഡ്രസ്സ് ഇടണം എന്നൊക്കെ ഉള്ള കാര്യം ഈ പറഞ്ഞ തള്ളച്ചിനെ വിളിച്ച് ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ ഇവള് വീഡിയോ ഇടും. വീഡിയോ ഇട്ട് നിങ്ങൾ അങ്ങ് നാട്ടിച്ച് കളയുന്നതാണ് ഇവള് പറയുന്നത്. ബാക്കി കൂടെ കേട്ടോ. കണ്ടവന്മാരെയൊന്നും കയറാൻ സമ്മതിക്കത്തില്ല. ചേച്ചിക്ക് ആവശ്യമുള്ള ആൾക്കാർ ചേച്ചിയുടെ ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കൂ. വസ്ത്രം ഒരാളുടെ വസ്ത്രമാണോ ഈ പറയുന്ന പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവാനുള്ള കാരണം? ആണോ? വസ്ത്രമാണോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഈ സ്ത്രീ പറയുന്ന പോലെ വസ്ത്രം ഇങ്ങനെ കുറച്ച് വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പോ അല്ലെങ്കിൽ ഒരു ഷോർട്ട്സോ ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഈ പീഡനം ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് 2 വയസ്സും 2 മാസമുള്ള പിള്ളേരെ വരെ ഇപ്പൊ പീഡിപ്പിക്കും. 2 വയസ്സ് തൊട്ട് 70 വയസ്സുള്ള ആൾക്കാരെ വരെ പീഡിപ്പിക്കുന്നു. കണ്ടല്ലോ. അപ്പം ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുത്ത ആരാ? ഈ ഷഫീന ബീവിയാണ്. മനസ്സിലായില്ലേ? അവനവൻ്റെ കാര്യം മുതൽ അവനവൻ്റെ കാര്യം നോക്കുക. ഇവരെ കുറേ ആയി ഞാൻ ഇവരുടെ പണ്ടൊരു വീഡിയോ ചെയ്താണ്. ഇവർ ബൈബിളിനെ പറ്റിയിട്ട് ഇങ്ങനെ ബൈബിള് എന്താ നീതിപരമായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ലെന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഇവരുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഇവരുടെ വിചാരം ഇവർ ചെയ്യുന്ന എല്ലാം ശരി, മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ്. ഇനി അടുത്ത വീഡിയോ വേറെ ഒന്നും കൂടി കാണാം. തുണി പറിച്ച് കാണിച്ച് വേണം എന്നും നിഷ്കർഷിക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട്. അത് ഞാൻ സംസാരിച്ചത്. ഇവിടെ ഫാത്തിമ ബീവി നിങ്ങൾക്ക് അറിയാമോ? ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരു ലേഡിയാണ്.
ഫാത്തിമ എന്ന് പറയുന്നത് 2 ഫാത്തിമ വരെ പറയാം, ഒരു ഫാത്തിമ. ആദ്യത്തെ സർവകലാശാല മൊറോക്കയിൽ തുടങ്ങിയത് അവരാണ്. ആദ്യത്തെ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഈ പറയുന്ന കൽപ്പന ചൗളയും മറ്റേ ഇപ്പൊ പോയിട്ട് വന്ന പുള്ളിക്കാരുടെ പേര് പറഞ്ഞാൽ പേര് ഓർമ്മയില്ലല്ലോ, സുനിത വില്യംസ് ഒന്നും ആവാൻ വേണ്ടി പറ്റില്ല. എല്ലാവർക്കും അങ്ങനെയല്ല, അവർക്ക് അവരവരുടേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്, അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അതിനനുസരിച്ചായിരിക്കും എല്ലാവരും ജീവിക്കുന്നത്. അല്ലാതെ എവള് പറയണക്കെ ജീവിക്കാൻ പറ്റുള്ള. ഇപ്പൊ ഈ പറയുന്ന തുല്യനീതി അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ബാക്കി കേട്ടോക്കെ. അവർ സാവിത്രി റാവു പുലെ, പേര് കറക്റ്റാണ്, സാവിത്രി എന്ന് എനിക്ക് അറിയാവുള്ളൂ. പൂനെയിലാണ്, ഇപ്പോഴും അവിടുത്തെ യൂണിവേഴ്സിറ്റി അവരുടെ പേരിലാണ്. അവരാണ് ആദ്യത്തെ ഫെമിനിസ്റ്റ്. അവരനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം. അവരുടെ സാരി വലിച്ചു കീറുമായിരുന്നു, മുദ്രവയ്ക്കുമായിരുന്നു, തല്ലുമായിരുന്നു. പെണ്ണുങ്ങളെ ആദ്യം പഠിപ്പിക്കാൻ വന്ന ടീച്ചർ, ആദ്യത്തെ ടീച്ചറാണ്. ഇതേപോലുള്ളൊരു അവർ പറയുന്നത് കേട്ടില്ലേ, തുണി പറിച്ചിട്ടാടുന്ന മഹാവൃത്തിയിട്ട ജന്തുക്കളും ഇവിടെ ഉണ്ടെന്നുള്ളത്. നിങ്ങൾ കുറേ നല്ലതാണ്. നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാൻ, സേഫ് ആക്കാൻ നോക്കുക. മനസ്സിലായാലോ? നമ്മൾ ഒരാളെ വിമർശിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, വിമർശിക്കുന്നതിന് അതിന് തക്കതായ കാരണം വേണം. ഇപ്പം ആ പെൺകുട്ടി ഇപ്പം ആ ഡ്രസ്സ് ഇട്ട കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് കുഴപ്പമില്ല, അവരുടെ പെണ്ണിൻ്റെ തള്ള മഞ്ജുപ്പിള്ളക്ക് കുഴപ്പമില്ല, പിന്നെ അവർക്കാർക്കും കുഴപ്പമില്ല, നിങ്ങൾക്കാണ് പ്രശ്നം. നീ ആരാന്നുള്ളത് നിൻ്റെ വിചാരം. വേസ്റ്റ് എന്ന് പറയാൻ തുപ്പി അറിയാൻ തോന്നും. ആജാതി സ്വഭാവമാണ് ഇവരുടെ കയ്യിലുള്ളത്. മനസ്സിലായില്ലേ? ഇവർക്ക് എവിടെയൊക്കെ കേസുണ്ടെന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഈ വ്ളോഗർ നല്ല എടുത്തിട്ട് അവരെ അലക്കുന്നുണ്ട്. ഇവർക്കൊരു വിചാരമുണ്ട്, ഇവരെ ആരും ഏറെക്കയറ്റത്തില്ല, ഇവർ പറയുന്നതെല്ലാം അംഗീകരിച്ച് ആൾക്കാരിങ്ങനെ നടക്കണം എന്നുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും ഒന്നും ഇവരുടെ ഈ പെരുമാറ്റ രീതി ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവരെ വെറുക്കാൻ കാരണം ഇവരുടെ ആ ബൈബിളിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയ്ക്കൊക്കെ കാണുന്നുണ്ട്. എവിടേക്കോ പോയിട്ട് ആളുകളെയൊക്കെ തെറി പറയുന്നതായിട്ട് ഒക്കെയുള്ള വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നേ? മനസ്സിലായില്ലേ? വേറെ ഇപ്പം എന്താ കൂടുതൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇങ്ങനത്തെ ഓരോ പ്രവർത്തികളാണ്. ഇവർക്ക് എവിടെ എന്തെങ്കിലും ആവാം, മറ്റുള്ളവർക്കൊന്നും ആവരുത്, ആരെ എവിടെ എത്തിക്കരുത്. രേണുസുധീനെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ച ഒരാളാണ്. കാരണം അവളെ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ അവൾ ആദ്യം അവരുടെ രീതികളൊക്കെ ശരിയായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ ഒരു അസുഖമായിട്ട് കിടക്കുകയാണ്. അവരുടെ ബില്ല് വ്യാജ ബില്ലാണ്, മറ്റേ ബില്ലാണ്, മറിച്ച ബില്ലാണ്, AI ആണ്, പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ഇവർ വന്നിരിക്കുന്നത്. ഇവർക്ക് എന്ത് യോഗ്യതയാണിത് പറയാൻ? ഇവിടെ ചിലപ്പോൾ വലിയ ആളാന്നുള്ള ഇവർക്കൊരു വിചാരം ഉണ്ടാവും. പക്ഷെ ആ ബില്ലിൻ്റെ ഒരു കാര്യത്തെപ്പറ്റി ഇതുവരെ അത് വിശദമായിട്ട് അന്വേഷിക്കാന്നുള്ള പറയുന്നു. മന്ത്രിയൊക്കെ ഇടപെടാൻ സാധ്യതയുണ്ട്, ഇടപെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് വിവരം അറിയത്തില്ല. പക്ഷേ എന്നാലും അവരങ്ങനെ ഒരു അവസ്ഥകത്തിലിരിക്കുമ്പോൾ അവരെ നമ്മൾ ശിക്ഷിച്ച് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ വേറെ ഒന്നും കൂടി കാണാം. ഇഷ്ടമില്ലെങ്കിൽ അത് അവഗണിക്കാം, ആണോ? അവഗണിക്കാൻ. പക്ഷെ അതിന്റെ പേരിൽ ആ വ്യക്തിയെയും അവരുടെ കുടുംബത്തെ അധിക്ഷേപിക്കുന്നത് ശരിയാകും. അധിക്ഷേപിക്കുമല്ലോ. ഇപ്പൊ മഞ്ജു പിള്ളയ്ക്ക് മുമ്പ് ഒരാളുണ്ട്, മഞ്ജു പിള്ളയുടെ പിതാവ്. അധിക്ഷേപിക്കും, കാരണം അവർക്ക് വല്ലതും തിന്നണ്ടേ. കാരണം ഈ പറയുന്ന വ്യക്തി അധിക്ഷേപിച്ച് ഇവർക്ക് എന്നാലും വല്ലതും കിട്ടത്തുള്ളൂ. ആൾക്കാരെന്തെങ്കിലും കാണണം, അത് കണ്ടിട്ട് ഇവർക്ക് തിന്നണം. അതിന് വേണ്ടിയിട്ടാണ് ഇവള് ഈ പറയുന്ന ഇരുന്ന് കാണിക്കുന്നത്, തിന്ന് കൊഴക്കണം. മഞ്ജു പിള്ള ആരുടെ മകളായാലും എന്ത്, ആ പെൺകൊച്ചി അവളൊരു ഇൻഡിവിജ്വൽ ആണ്. ആ ഇൻഡിവിജ്വലിന് അവൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോഷൂട്ട് ചെയ്യാം, അത് സോഷ്യൽ മീഡിയയിൽ ഇടാനൊക്കെ ഉള്ള അവകാശമുണ്ട്, അവൾക്ക് ഇടാനുള്ള അവകാശമുണ്ട്. അവൾ അല്ലെങ്കിൽ നിന്റെ വീട്ടിലാണ് ഇതേപോലെ വന്ന് ഇട്ടോണ്ട് വന്ന് കയറിയെങ്കിൽ ഓക്കെ, നിനക്ക് പറയാം. അല്ലല്ലോ, ആ കൊച്ചിന്റെ സോഷ്യൽ മീഡിയയിലാണ്. ഇവള് കോടതിയാണ്. ആരുടെ ചെറുപിള്ളായാലും എന്താ? മഞ്ജുപിള്ള ഇനിയിപ്പോ പ്രധാനമന്ത്രി ജീവിച്ചൂടെ? മഞ്ജുപിള്ള ആരുടെ ചെറുപിള്ളായാലും എന്താ? വ്യക്തിത്വങ്ങളുടെ മക്കൾ കാണിച്ചാൽ അതിന് ഉത്തരവാദികൾ. അപ്പൊ അല്ലാത്തവരുടെ മക്കൾ കാണിച്ചാലാ? നീ ഈ പറഞ്ഞ് കാണിക്കുന്നതിന് നിന്റെ തന്തേ തള്ളേനെ കിടന്ന് ചീത്ത പറഞ്ഞാൽ എന്തായിരിക്കും? നീ കാണിക്കുന്ന പ്രശ്നം. കാണിക്കുന്നതിന് മഞ്ജുവിന് പ്രശ്നമില്ല, മഞ്ജു ചേച്ചിക്ക് പ്രശ്നമില്ല, വീട്ടുകാർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. അപ്പൊ ഇവർക്ക് എന്ത് പ്രശ്നമാണ് അറിയാൻ പറ്റും. എന്റെ മകൻ എന്തെങ്കിലും ഒരു പ്രശ്നം എന്റെ കുട്ടികൾ കാണിച്ചാൽ ഞാൻ എന്ത് കാണിച്ചാലും എന്റെ ഉമ്മച്ചിയാ കേൾക്കുന്നത്. നീ എന്ത് കാണിച്ചാലും നിന്റെ ഉമ്മച്ചിയാണ്. മെന്റാലിറ്റി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നൊന്നും ഇതൊന്നും പുറത്തു വരാൻ പറ്റത്തില്ല, ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. കാലം മാറി, അതിനനുസരിച്ച് നമ്മൾ മാറണം.
അല്ലാതെ പണ്ടത്തെ അതും കൊണ്ട് അല്ല ഇതൊന്നും ഇനി മാറാൻ പോകുന്നില്ല. ഇതൊക്കെ മറ്റേ ചീഞ്ഞളിഞ്ഞ ബ്രെയിനാ. ഇതൊന്നും ഇനിയിപ്പോ ഇതിനൊന്നും ഒരിക്കലും മാറ്റം വരത്തില്ല. ആൾക്കാരുടെ ഈ കുറ്റം കുറവൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെയുള്ള എന്തെങ്കിലും അരി വാങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ നോക്കിയിരിക്കണം. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കുറച്ച് കാശുണ്ടാക്കി. ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലേ. ഷഫീന അമ്മച്ചിക്ക് എന്തും ആകാം. അതായത് മറ്റുള്ളവർ ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും അവരെ അധിക്ഷേപിക്കുക, അവരുടെ കുടുംബത്തെ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന് ഇവർ തന്നെ പറയുന്നിട്ട് പറയാം. അധിക്ഷേപിക്കുമല്ലോ, അതങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഞണ്ണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് വല്ലാത്തൊരു സംഭവം തന്നെയാണ് നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഈ റോട്ടിൽ കൂടി പോണ ഈ കാട്ടിക്കൂടിയൊക്കെ നടക്കുന്ന പാമ്പുകളെക്കാളും വിഷമുള്ള സാധനമാണ് ഷഫീന ജീവി. വേറും ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും വേസ്റ്റ്. ഇവളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് എണ്ണമുണ്ട്. ഷഫീന മാഡം എന്ന് പറയുന്ന കുറേ എണ്ണം നടക്കുന്നുണ്ട്. ഇവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വീഡിയോ ചെയ്യാനും അതിനിതായിട്ട് വരുന്ന അല്ല ഇവർ അവിടുന്ന് എവിടുന്നേലും മാഡത്തിൻ്റെ അല്ലെ ഷഫീന ബീവി അല്ലെ ഷഫീന താത്തയുടെയൊക്കെ വീഡിയോ ഞങ്ങൾ കാണുന്നുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഒരു വീഡിയോ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. എന്ത് നല്ലതാ, സമൂഹത്തിൽ നല്ലതായിട്ട് ഇവരെന്തെങ്കിലും ചെയ്യണ്ടേ. ഇവർ ഞാൻ എന്നാലും പരിസരമായിട്ട് കണ്ടാണ് എവിടൊക്കെയോ നിന്നിട്ട് ആൾക്കാരെ ഇങ്ങനെ കൂക്കുകയോ തെറി വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നു. വളരെ രോഷാകുലരായിട്ട് ചൂടാവുകയാണ്. ഇവരുടെ കാലിൻ്റെ കാര്യമൊക്കെ ചട്ടുകാലിനൊക്കെ പറയുന്നു. നമുക്കതൊന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും അതൊന്നും ഇപ്പം പറയുന്നില്ല. കാരണം ഇവരെല്ലാവരെയും വിമർശിക്കുമ്പോൾ അവനൊരു കുറവുകളും കുറ്റങ്ങളും ഉള്ളത് അവനും നോക്കണം. മനസ്സിലായില്ലേ? അവർ മഞ്ജുപ്പിള്ളയുടെ മകള് അവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ അവരിട്ടു. അതിന് അവർക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇവർക്കാണോ കുഴപ്പം? ഭയങ്കര സൂക്കേട് തന്നെ ഈ തള്ളയ്ക്ക്. മനസ്സിലായില്ലേ? ഇവരെ കുറേ ഇവരുടെ വീഡിയോ ചെയ്യണം. ഇവർ വലിയ ഷൈൻ ചെയ്യുന്ന സോഷ്യൽ മീഡിയ വന്നിട്ട് മറ്റുള്ളവരെ താത്തിക്കെട്ടാനുള്ള എല്ലാ പരിപാടിയും നോക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാനാണ് പറയുന്നത് ശരി, എന്നെ എല്ലാവരും അനുസരിക്കണം. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, ഷഫീന ബീവിയുടെ ഒരു കാര്യം ചെയ്യാം. ഇനിയുള്ള ആൾക്കാർ ഡ്രസ്സ് ഇടുമ്പം അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോഴൊക്കെ ഷഫീന ബീവിനെ വിളിച്ച് പിന്നെ മുൻകൂർ അനുവാദങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയി ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോവാം. നാണം കെട്ടത്തള്ള വിവരമില്ലാത്തത്. ശരി എന്നാൽ.